ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊരു മരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം എന്ന് പ്രവാചകനോട് അവർ ആവശ്യപ്പെട്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു എത്ര മഹാനാണ്, അല്ലാഹു ഖുൽതും, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാല ഖൗമു മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നിങ്ങൾ ഈ പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടതിന് തുല്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊരു ഇലാഹ് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടതിന് തുല്യമാണിത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മരത്തെ ഇലാഹാക്കണം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു? ഒരു ഇലാഹിനെ നിശ്ചയിച്ച് തരണം എന്നാണോ പ്രവാചകനോട് അവർ ആവശ്യപ്പെട്ടത്? അതൊന്നുമല്ല. അവർക്കൊരു മരം ഉള്ളതുപോലെ ബർക്കത്തിന് വേണ്ടിയിട്ട് ഒരു മരം, എന്നിട്ട് വാളുകൾ കെട്ടി തൂക്കിയിട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ വിജയം ഉണ്ടാകും, ഇങ്ങനെ ബർക്കത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു മരം വേണമെന്നാണ് റസൂലുള്ളാഹിയോട് അവർ ആവശ്യപ്പെട്ടത്. എന്നിട്ട് പ്രവാചകന് അവരോട് പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ ആവശ്യപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞതിന് തുല്യമാണ് എന്നാണ്. അപ്പൊ ഇലാഹാക്കണം എങ്കിൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്നത് തെറ്റാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരെ ഇലാഹാക്കലാണ്. അതാണ് ശിർക്കായിത്തീരുന്നത്. പ്രാർത്ഥന എന്നത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഒരു ആരാധനാകർമ്മമാണ്. അത് ബദരീങ്ങൾക്കോ റിഫായി ശൈഖനോ മമ്പുറത്തെ തങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ കൊടുക്കുന്നതോടുകൂടി അത് അവർക്ക് ചെയ്യുന്ന ഇബാദത്താണ്, ആരാധനയാണ്. അവരെ നമ്മൾ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു വാദം തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടിയിട്ടല്ല ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖനെ, ബദരീങ്ങളെ, റിഫായി ശൈഖനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇലാഹാണെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രമാണ് അത് ഷിർക്കും കുഫറുമായിത്തീരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കേണ്ടതില്ല എന്നത് തെറ്റായ ഒരു വാദമാണ്. അത് ഖുർആനിനും ഹദീസിനും എതിരാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നതോടുകൂടി അത് ഷിർക്കായിത്തീരും. അവരെ നമ്മൾ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇമാം റാസി പറഞ്ഞതും എന്ന് നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത് പറയുന്ന ഒരു ന്യായം, ഞങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് സ്വന്തം കഴിവുണ്ട് എന്ന നിലക്കല്ല. അവരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അവരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അവർക്ക് അള്ളാഹുവിനെ പോലെ തന്നെ കഴിവുകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഞങ്ങൾ ബദരീങ്ങളെയോ അല്ലെങ്കിൽ ഒമ്പർത്തങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. മറിച്ച് അള്ളാഹ് അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്നതാണ് രണ്ടാമത് പറയാറുള്ള ന്യായം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതൊരു തെറ്റായ വാദമാണ്. അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആരാണെങ്കിലും ശരി, അത് പ്രവാചകന്മാരാണെങ്കിലും അതല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ അല്ലെങ്കിൽ അതിന് ഉത്തരം നൽകാനോ നമ്മളെ സഹായിക്കാനോ ഉള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കഴിവ് അള്ളാഹുർക്ക് കൊടുത്തിട്ടില്ല. ഇനി അത് മാത്രല്ല, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ലാത്തയെയും മനാത്തയെയും അല്ലെങ്കിൽ മറ്റുള്ള സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എല്ലാ കഴിവുകളും അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വയം കഴിവുള്ളവനായിരുന്നു ലാത്ത എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്? അല്ല. മക്കത്തുണ്ടായിരുന്ന ആളുകളും മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അവര് ചൊല്ലിയിരുന്ന തെൽബിയത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
അവര് ഹജ്ജ് ചെയ്യുമ്പോൾ ചൊല്ലാറുണ്ടായിരുന്ന തൽബിയത്ത്. ആ ഹദീസിൽ കാണാം, അന്നൽ മുശ്രിക്കീന കാനൂ യഖൂലൂന ഫീ തൽബിയായിരുന്നു ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഇതായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത്. അല്ലാഹുവേ, നിനക്ക് യാതൊരു വിധ പങ്കുകാരനുമില്ല. എന്നിട്ട് അവർ പറയും ഇല്ലാ ശരീകൻ, ഒരു പങ്കാളിയല്ലാതെ, ഹുവ ലക് തംലികുഹു വമാ മലക്, ആ പങ്കാളിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം നീ കൊടുത്ത കഴിവ് മാത്രമാണ്. അല്ലാഹുവേ, ഒരു പങ്കാളി നിനക്കുണ്ട്, ആ പങ്കാളിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ നീ കൊടുത്ത കഴിവ് മാത്രമാണ് അവർക്കുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും വൈലുക്കും ഖദിൻ ഖദിൻ, മതി, അവിടെ നിർത്തിക്കോ എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് പറയുമായിരുന്നു. പക്ഷെ അവര് പറയും ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, ഒരു പങ്കാളിയല്ലാതെ, ആ ഒരു പങ്കാളി നിനക്കുണ്ട്, ആ പങ്കാളിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ നീ കൊടുത്ത കഴിവ് മാത്രമാണ് ആ പങ്കാളിക്കുള്ളത്. അപ്പൊ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിന്റെ വിശ്വാസം എന്തായിരുന്നു? അവർക്കെല്ലാം സ്വയം കഴിവുകൾ ഉണ്ട് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഒരിക്കലുമല്ല. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ലാത്ത ഞങ്ങളെ സഹായിക്കും, മനാത്ത സഹായിക്കും, ഇബ്രാഹിം നബി സഹായിക്കും, ബാക്കിയുള്ള ആളുകൾ സഹായിക്കും. ഇത് തന്നെയായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെയും വിശ്വാസം. ഇതേ ഒരു വിശ്വാസം തന്നെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ചില സഹോദരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്ന 3 ന്യായങ്ങൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. 3 ന്യായങ്ങൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അവരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നുള്ള വിശ്വാസത്തിലോ, അതല്ലെങ്കിൽ അവരാണ് ഇതിന്റെ സൃഷ്ടാവ് എന്നുള്ള വിശ്വാസത്തിലോ, അവർക്കാണ് സ്വയം കഴിവ് എന്നുള്ള വിശ്വാസത്തിലോ ഒന്നല്ല. മറിച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞപ്പോ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ, ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? വജദിന ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഞങ്ങൾ കണ്ടത് ഇതേ രൂപത്തിലാണ്. അവര് ലാത്തനെ വിളിക്കുന്നവരായിരുന്നു, പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അവരുടെ അതേ മാർഗമാണ് ഞങ്ങളും സ്വീകരിക്കുന്നത്. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒന്നാമത്തെ ന്യായം. ഇത് ഞങ്ങളുടെ പൂർവ്വപിതാക്കള് പണ്ടേ ചെയ്തു പോരുന്ന വിശ്വാസമാണ്, ആദർശമാണ്. ആ ഒരു ആദർശത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ ഒരിക്കലും പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല, സന്നദ്ധരല്ല. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു ന്യായം. രണ്ടാമത് അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ പറയും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യും. അതല്ല ഞാൻ അവരാണ് യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവ് എന്ന് വിശ്വസിച്ചു കൊണ്ടൊന്നല്ല ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിന്റെ അടുത്ത്, അള്ളാഹിന്റെ കോടതിയിൽ അവർ ശഫാഅത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഇതായിരുന്നു രണ്ടാമത്തെ ന്യായം. മൂന്നാമത് അവർ പറഞ്ഞിരുന്ന ന്യായം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖദ്ദിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതേ 3 ന്യായങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നോക്കി നമ്മുടെ സമുദായത്തിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ഒരു സഹോദരനോട്, ഈ ഒരു തെറ്റായ വിശ്വാസവും നിലപാടും സ്വീകരിച്ചു പോരുന്ന ഒരു സഹോദരനോട് പോയിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ, ഈ 3-ൽ ഏതെങ്കിലും ഒരു ന്യായമായിരിക്കും പറയാനുണ്ടാകുക. ഞങ്ങൾ അവരെ ആരാധിക്കൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ പറയും, ഇവരൊക്കെ അള്ളാന്റെ മഹാന്മാരായ ആളുകളാണ്, അതുകൊണ്ട് ഇവർ ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് ശുപാർശ പറയും. ഇതായിരിക്കും ഒന്ന് പറയാനുണ്ടാവുക. രണ്ടാമത് പറയാം, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് പറയാ, ഞങ്ങളുടെ വീട്ടിലുള്ള ആളുകള്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തില്, അല്ലെങ്കിൽ ഞങ്ങളുടെ മഹല്ലില് പണ്ട് മുതലേ ഇങ്ങനെയുള്ള മൗലൂദികള്, റാത്തീബുകള്, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി ഞങ്ങൾ പോരുന്നതാണ്, അതുകൊണ്ട് അവരൊക്കെ നരകത്തിക്കാണോ എങ്കിൽ ഞങ്ങളും നരകത്തിക്ക്. ഈ രൂപത്തിൽ അതേ ഒരു നിലപാട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന അതേ ന്യായങ്ങളും അതേ ഒരു നിലപാടുകളും ഇന്ന് നമ്മുടെ സമുദായത്തിലേക്കും യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇമാം റാസി